നമസ്കാരം. ഈ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ രാഷ്ട്രീയ നിലപാടുകൾ അത് മതത്തിൻ്റെ പേരിൽ, അമ്പലത്തിൻ്റെ പേരിൽ, ആചാരത്തിൻ്റെ പേരിൽ, അനുഷ്ഠാനത്തിൻ്റെ പേരിലേക്ക് അവിടെയാണ് തടം കെട്ടി നിർത്തിയിട്ടുള്ളത്. മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ പോലെ പഞ്ചവത്സര പദ്ധതികൾ അതെങ്ങനെ നടപ്പാക്കണം, അതുപോലെ തന്നെ റോഡ് വികസനം, വ്യവസായ വികസനം, തൊഴിലില്ലായ്മ ഇല്ലാതാക്കൽ, വിദേശ നയസംബന്ധിയായിട്ടുള്ള കാര്യങ്ങൾ, ഇതിലുപരി നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ബി ജെ പിക്കാർ നിഷേധിക്കില്ല. ഉത്തരേന്ത്യയെ സംബന്ധിച്ചിടത്തോളം മേൽപ്പറഞ്ഞ കാര്യങ്ങൾ, പഞ്ചവത്സര പദ്ധതി, വ്യവസായം തുടങ്ങിയ കാര്യങ്ങളൊന്നും അവർക്ക് പ്രശ്നമല്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവർ അന്ധമായിട്ടുള്ള അന്ധവിശ്വാസികളാണ്. കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സ്വയം ചിന്താ പദ്ധതി ഇല്ലാത്ത കഴുതരാമന്മാർ അവിടെയുള്ളത്. അവരെ ഇളക്കി വിടാൻ പറ്റിയ ഏറ്റവും നല്ല കാര്യം ഞങ്ങൾ ദൈവത്തിൻ്റെ ആളുകളാണെന്ന് പറയലാണ്. പ്രത്യേകിച്ചും ഗുജറാത്തിലാണെങ്കിൽ ഗുജറാത്തിലെ ദൈവം ശ്രീകൃഷ്ണനാണ്, മഹാരാഷ്ട്രയിലെ ദൈവം ഗണപതിയാണ്, തമിഴ്നാട്ടിൽ പിന്നെ മുരുകനാണ്, അങ്ങോട്ട് പ്രവേശനമില്ല. കേരളത്തിൽ അവിടെ പ്രിസൈഡ് ചെയ്യുന്നത് അയ്യപ്പനാണ്. ബംഗാളിൽ പോയാൽ കാളിയാണ് അവിടെ. ഇങ്ങനെ വിവിധ, ഇവിടെ ഉത്തർപ്രദേശ് ഭാഗത്തേക്ക് പോയാൽ ശ്രീരാമനാണ് അവിടെ മുൻപന്തിയിൽ നിൽക്കുന്നത്. അപ്പോൾ അവരേക്കും പിടിച്ച് അവരുടെ പേരിലാണ് ബി ജെ പി ഇത്ര നാളും വോട്ട് വാങ്ങിച്ചിരുന്നത്. പിന്നെ മറ്റൊന്ന് ഇസ്ലാമോഫോബിയ പടർത്തുക. മുസ്ലിങ്ങളാണ് ഈ രാജ്യത്തിൻ്റെ പ്രഥമ ശത്രുക്കൾ, മുസ്ലിങ്ങളാണ് എല്ലാ അമ്പലങ്ങളും നശിപ്പിച്ചിട്ടുള്ളത്, മുസ്ലിങ്ങളുടെ ഇൻവേഷനാണ് ഇന്ത്യയെ തകർത്ത് കളഞ്ഞിട്ടുള്ളത്, മുഗൾ ഭരണത്തെക്കുറിച്ചും എന്നിത്യാദി കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഇതൊക്കെയാണ് അവരുടെ പ്രധാന പരിപാടികൾ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കേരളത്തിലും അത് തന്നെ. അമ്പല സംരക്ഷകർ, ആചാര സംരക്ഷകർ, അനുഷ്ഠാന സംരക്ഷകർ, ആർഷഭാരത സംസ്കാരത്തിൻ്റെ സംരക്ഷകർ, ഇതൊക്കെയാണ് അവർ സ്വയം ഏറ്റെടുത്ത് അവരൊരു മുദ്രയായിട്ട് കൊണ്ട് നടക്കുന്നത്. അതൊക്കെ തന്നെയാണ്. അതിന് ഗുണമുണ്ടായിട്ടുണ്ടോ? ഒരുവിധം ഗുണമുണ്ടായിട്ടുണ്ട്. എൻ്റെ തന്നെ ഒരു അടുത്ത സുഹൃത്ത് കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു. അയാളിപ്പോൾ ബി ജെ പി കാരൻ. ചോദിച്ചാൽ എന്തെങ്ങനെയായത്? അല്ല, നമുക്കൊരു പ്രശ്നം വരുമ്പോൾ ചോദിക്കാനും പറയാനും ഇവരല്ലേ ഉള്ളൂ എന്ന്. പിന്നെ എനിക്കൊരു ചോദ്യമുണ്ട്, എന്തായി നമുക്ക് പ്രശ്നം, എന്തായി നമുക്കൊരു പ്രശ്നം? അത് പിന്നെ ഞാൻ ചോദിക്കാൻ പറ്റില്ല, എന്തിനാ ഫ്രണ്ട്ഷിപ്പ് വിടുന്നതെന്ന് വെച്ചിട്ട്. എന്തായാലും ആ ഒരു സങ്കല്പത്തിനേറ്റ വലിയ ഹാനിയാണ് ഇപ്പോൾ ഇവിടെ അയോധ്യയിൽ നടന്നത്. അയോധ്യയിൽ ഉള്ള ക്ഷേത്രത്തിൽ നിന്ന് എന്തൊക്കെയാണ് അടിച്ചു മാറ്റിയത് എന്നുള്ളത് ഇപ്പം നമുക്ക് ടി വിയിൽ അവിടെ ഇവിടെ പറയുന്ന കാര്യങ്ങളെ അറിയുള്ളൂ. അത് സഞ്ചിയിലാണോ അടിച്ചു മാറ്റിയത്, പെട്ടി ഓട്ടോറിക്ഷയിലാണോ അടിച്ചു മാറ്റിയത്, ഇനി ലോറി 12 ടൺ ലോറി, ടാറ്റയുടെ ലോറി കൊണ്ടുവന്ന് അടിച്ചു മാറ്റിയൊന്നും അറിയില്ലായിരിക്കും. പിന്നീട് അറിയാവുന്ന കാര്യം, പിന്നെ ആക്കി കുറേയൊക്കെ മൂടി വയ്ക്കും. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, അവിടെ കൊള്ള നടന്നു എന്നുള്ള കാര്യം ഉറപ്പാണ്. അതാരും നിഷേധിക്കുന്നില്ല. അയോധ്യയിലെ കാണിക്ക മോഷണ വിവാദത്തിൽ ഈ ഒരു കാര്യം മോഹൻ ഭാഗവതിനോട് ചോദിച്ചിട്ടുണ്ട്. പത്രക്കാർ മോഹൻ ഭാഗവതിനോട് വരെ ചോദിച്ചു. അദ്ദേഹം മറുപടി പറഞ്ഞെന്താണെന്ന് അറിയാമോ? വായ തുറന്ന് എന്തെങ്കിലും പറയണമല്ലോ, അതല്ലെങ്കിൽ അതിൻ്റെ പുറകിൽ കൂടും പത്രക്കാർ, മൗനി ബാബ എന്നൊക്കെയും പറഞ്ഞ്. അദ്ദേഹം 2 വാക്കുകളാണ് പറഞ്ഞത്. ആൾക്കാർ വല്ലാതെ വന്ന് അവരുടെ കയ്യിലുള്ള കുന്തം വയലേക്ക് കുത്തിക്കയറ്റി പറയൂ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു റാം റാം. ഇതിനെക്കുറിച്ച് എന്താണ് ഇനി മോഹൻ ഭാഗവതിന് പറയാനുള്ളത്? അതിനെ ന്യായീകരിക്കാൻ പറ്റുമോ? അതേതോ കള്ളന്മാർ, രാജ്യദ്രോഹികൾ, സമുദായ ദ്രോഹികൾ അവർ ചെയ്തതാണ്. അതിൽ ഞങ്ങളെന്ത് പഠിച്ചു എന്ന് പറയാൻ പറ്റുമോ? ധാർമ്മികമായ ഉത്തരവാദിത്വം അവർക്കുള്ളതാണ്. ഇത്രയും വലിയൊരു സംരംഭം എന്തിനാണ്? ഒരു വീടിനകത്താണെങ്കിൽ പോലും അയാൾക്കൊരു വീടിനകത്തുണ്ടാവും ഒരു 10 പവനൊക്കെ ഉണ്ടാകുക. ഏറി വന്നാൽ ഒരു 10,000 രൂപ ഉണ്ടാവും. ഒരു വീടിന് എത്ര വലിയ പണക്കാരാണെങ്കിൽ കോടിക്കണക്കിന് രൂപ സൂക്ഷിക്കുക. അവൻ്റെ ബാങ്കിലല്ലേ കൊണ്ട് സൂക്ഷിക്കുക. അത് തന്നെ ലോക്കറും അവിടെ പിടിച്ച് പൂട്ടിയിട്ടൊക്കെയാണ് അവരത് സൂക്ഷിക്കുക. ഇവിടെ കോടിക്കണക്കിന് രൂപ അതുപോലെ വെള്ളിക്കട്ടികൾ, സ്വർണ്ണക്കട്ടികൾ, കിരീടങ്ങൾ എന്നിത്യാദി കാര്യങ്ങളുള്ള സ്ഥലത്ത് അതിൻ്റെ ചാവി ഒരു ഡ്രൈവറാണ് കൊണ്ടു നടന്നതെന്ന് പറഞ്ഞാൽ ഏത് രീതിയിലാണ് നമ്മളത് നോക്കിക്കാണേണ്ടത്? കളിയാക്കലല്ലേ, ജനങ്ങളെ കളിയാക്കലല്ലേ അവർ ചെയ്യുന്നത്?
ഇപ്പോൾ ഒരാൾ ചമ്പത്തറായി എന്ന് പറഞ്ഞ ഒരാളുണ്ട്, എനിക്കിതൊന്നും പങ്കില്ല, ഞാനൊരു പാവം മനുഷ്യനാണെന്ന് അറിഞ്ഞില്ല പറയുമ്പോൾ അയാളുടെ തല അടിച്ച് പൊളിക്കണ്ടേ? ഞാനിതൊന്നും അറിഞ്ഞില്ലെന്ന്. പിന്നെ എന്തിനാണ് അയാൾ അവിടെ കൊണ്ടിരുത്തിയത്? ഇത് തുടക്കം മുതലേ ഉണ്ടെന്നാണ് പറയുന്നത്. ഇത് പണി നടക്കുന്ന സമയത്ത് തന്നെ അവിടേക്ക് സാധന സാമഗ്രികൾ കൊണ്ടുവരുമ്പോൾ 40-60 എൻ്റെ കണക്ക്. അതിൽ നിന്ന് വാങ്ങിക്കുന്ന സാധനങ്ങൾ 100 രൂപയുടെ ആണെങ്കിൽ അതിന് 150 രൂപ കണക്ക് എഴുതിയിട്ട് ആ 50 രൂപ 40-60 ആയിട്ട് വീതിക്കുമെന്നാണ് പറയുന്നത്. ആ 50 രൂപയിൽ ഇത്ര രൂപ നിനക്ക് ബാക്കി എനിക്കും. അതിനൊരു കണക്കുണ്ടാകും, 40%, 60%. 100 രൂപ അടിച്ച് മാറ്റിയിട്ടുണ്ടെങ്കിൽ 60% ഈ 50 രൂപയും കൂട്ട ആൾക്കാർക്ക്, ഇവിടുത്തെ കമ്മിറ്റിക്കാർക്ക്, അമ്പല കമ്മിറ്റിക്കാർക്ക് ബാക്കി 40 രൂപ അവന്. ഈ രീതിയിൽ അവിടെ വലിയ കളവ് ഏതെങ്കിലും ഒരു ദിവസം അത് സാധാരണ സംഭവിക്കും. ഏതെങ്കിലും ഒരു ദിവസം ഒരു കളവ് സംഭവിക്കും, സാധാരണ സംഭവിക്കുന്നതാണ്. ഇതിൻ്റെ ക്ഷേത്രം പണി ആരംഭിച്ചത് മുതലേ അവിടെ കളവ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഞങ്ങളൊന്നും അറിഞ്ഞില്ല രാമനാരായണൻ എന്ന് പറയാൻ ഒരിക്കലും പറ്റില്ല. അതിപ്പോൾ നരേന്ദ്രമോദി ആണെങ്കിലും മോഹൻ ഭാഗവതാണ് ആരെങ്കിലും. മോഹൻ ഭാഗവതിനെ സംബന്ധിച്ചോളം റാം എന്ന് പറഞ്ഞ് പോകാം, ഞങ്ങൾക്കതിൽ പങ്കില്ലെന്ന് പറയുക. RSS അല്ലല്ലോ, നിയമപ്രകാരം പറയുമ്പോൾ RSS അല്ലല്ലോ അത് അവിടെ ഉണ്ടാക്കിയത്, BJP അല്ലേ ഉണ്ടാക്കിയത്. അങ്ങനെയൊക്കെ വേണ്ടി പറഞ്ഞ് മാറാം. പക്ഷേ ജനങ്ങളൊരു വിധി എഴുതി കഴിഞ്ഞിട്ടുണ്ട്, അത് യാതൊരു സംശയവുമില്ല. നമ്മളിവിടെ ഇവിടെ കൊള്ള നടന്നു, അയ്യപ്പ ക്ഷേത്രത്തിൽ കൊള്ള നടന്നു. ഈ കൊള്ള നടന്ന സമയത്ത് അതിൻ്റെ ആളുകളെ പിടിച്ചു, അങ്ങനെ ചെയ്തു, SIT രൂപീകരിച്ചു, കോടതിയിൽ പോയി, ഓരോരുത്തർ അതിലൊരാൾ ജയിലിൽ കിടന്ന് മരിച്ചു. ഇങ്ങനെ പല കാര്യങ്ങളും അതിനകത്തുണ്ട്. എല്ലാം കഴിഞ്ഞു. അതിൽ കോൺഗ്രസ്സുകാരുണ്ടായെന്ന് പറയുന്നു, കമ്മ്യൂണിസ്റ്റുകാരുണ്ടെന്ന് പറയുന്നു, പിണറായി വിജയനെ നേരിട്ട് അറിയാമെന്ന് പറയുന്നു, മന്ത്രിമാരുണ്ടെന്ന് പറഞ്ഞു. ഏതായാലും അതൊക്കെ അവർ കണ്ട് ഉരുട്ടി കുഴയ്ക്കുന്നതിനിടയിൽ ജനങ്ങളൊരു തീരുമാനമെടുത്തു. ആരോട് ഭരിക്കുന്നത്? പിണറായി വിജയൻ. എന്തവിടെ സംഭവിച്ചത്? കൊള്ള. അതിൻ്റെ ഉത്തരവാദിത്വം ആർക്കാ? പിണറായി വിജയന്. അതിൻ്റെ ഉത്തരവാദിത്വം പിണറായി വിജയനാണ്, അത് യാതൊരു സംശയവുമില്ല. ഇപ്പോൾ ഇവിടെ ഞാൻ താമസിക്കുന്ന വെല്ലൂരിൽ ഞാൻ താമസിക്കുന്നിടത്ത് വലിയൊരു ബോംബ് പൊട്ടി 10 ആൾ ചത്തു. അതാ വിജയ് കൊണ്ട് ബോംബിട്ടതാണ്? അല്ല. പക്ഷേ ധാർമ്മികമായ ഉത്തരവാദിത്വമുണ്ട്, അതിന് പിന്മാറാൻ പറ്റില്ല. അത് എന്നോടൊന്നും പറയേണ്ട പറഞ്ഞാലോ അയാളുടെ ഗ്രേസ് താഴോട്ട് പോകും. ഇതുപോലെ തന്നെ ജനങ്ങളൊരു വിധി പ്രസ്താവിച്ചു, ഇലക്ഷൻ വരുന്നുണ്ട്, അപ്പം കാണിച്ചു തരാം. അവരുടെ വിധിയും അവരുടെ ശിക്ഷയും അവർ നടപ്പാക്കിയില്ലേ? ഒരാളും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഈ 3ാം ഭരണം അവർക്കെന്നാണ് പലരും കരുതിയത്. ഞാനൊക്കെ അങ്ങനെയാണ് കരുതിയത്. കാരണം മറ്റോടത്ത് അടിയും തല്ലും വെട്ടും കുത്തും കാര്യങ്ങളല്ലേ, അതുകൊണ്ട് ഇവർക്ക് തന്നെ കിട്ടുന്നത്. അത് മാത്രമല്ല, അവസാനം പിണറായി വിജയനൊന്ന് കടന്നുകൂടണേ എന്ന് പ്രാർത്ഥിച്ച മാർഷുകാർ വരെയുണ്ടായി. ഇതൊക്കെ നിങ്ങൾക്കറിയാവുന്ന ചരിത്രമാണ്. അപ്പോൾ ജനങ്ങൾ എഴുതുന്ന വിധി അതൊരു നിസ്സാര വിധിയല്ല. അത് 5 കൊല്ലം കൂടുമ്പോൾ മറ്റൊരു കാര്യമുണ്ട്. ഒരു കോടതിയിൽ കേസ് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ 14 വർഷം വരെ നീണ്ടു നിൽക്കും, കുറേ കാലം നീണ്ടു നിൽക്കും. ആ കോടതി, ഈ കോടതി, മറ്റേ കോടതി, മറിച്ച കോടതി. പക്ഷേ ഇവിടെ ഈ നമ്മളുടെ ജനകീയ കോടതി 5 വർഷം കഴിയുമ്പോൾ അയാളുടെ കയ്യിൽ കിട്ടുകയാണ് നല്ല, എന്തായാലും പറയാം, നല്ല AK-47 തോക്കാണ് ഓരോരുത്തരും കോടിക്കണക്കിന് ആൾക്കാരുടെ കയ്യിൽ കിട്ടുന്നത്. അതുകൊണ്ട് ആരെ വേണേൽ അവർക്ക് വെടിവെച്ച് വീഴ്ത്താം. അവരൊറ്റ ദിവസം, അതായത് തെരഞ്ഞെടുപ്പിൻ്റെ ദിവസം. അവർ രാജാക്കന്മാരാണ് അവർ കൊല്ലിനും കൊലയ്ക്ക് അവകാശമുള്ള ആൾക്കാരാണ് അവർ. ഇവിടെ കണ്ടില്ല എത്ര മന്ത്രിമാരെയാണ് അവർ വെടിവെച്ച് വീഴ്ത്തിയത്. ഒരു പ്രതീക്ഷയില്ലാത്ത എൻ്റെ ചെറുപ്പകാലം പോലെ എൻ്റെ കുട്ടിക്കാലം, അവൻ്റെ കുട്ടിക്കാലം, അതായത് സന്ദീപ് വാര്യർ ഒരു ഉണ്ടക്കുട്ടിയായിരുന്ന കാലഘട്ടത്തിലേ എനിക്കറിയാം. അയാളവിടെ മത്സരിക്കാൻ പോയപ്പോൾ എന്നോട് പറഞ്ഞു, സ്വാമി പ്രാർത്ഥിക്കണമെന്ന്. ഞാൻ പറഞ്ഞു, പിന്നെ ശരിയെന്ന് പറഞ്ഞു. പ്രാർത്ഥന കൊണ്ടൊന്നും വലിയ ബലമുണ്ടാകും പോണല്ലോ. പിന്നെ മാത്രമല്ല, സന്ദീപ് വാര്യരെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു ആത്മഹത്യാ സ്ഥാനാർത്ഥിയായിട്ട് അയാൾ ഇതിലേക്ക് ചാടി, കോൺഗ്രസിലേക്ക് ചാടി, എന്തെങ്കിലും ആവട്ടെ എന്ന് വെച്ചാൽ അവിടെ ഒരു എന്തായാലും പറയും മറ്റേ ഒരു സ്ഥാനാർത്ഥിത്വം കൊടുത്തു. അയാൾ തോൽക്കുന്നുള്ള 100% ഉറപ്പാണ്. ഞാനും അങ്ങനെയാണ് വിശ്വസിച്ചത്, പറഞ്ഞില്ല എന്ന് മാത്രം. പക്ഷേ ജയിച്ചു വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുമില്ല, നിങ്ങൾ തോൽക്കും, അത് 100% ഉറപ്പാണ്. പിന്നെ മാന്യമായിട്ടൊരു തോൽവി ഉണ്ടാവണേ, ഞാൻ മൊത്തത്തേക്ക് പറഞ്ഞു ആളുണ്ട്. ഞാനും അതൊക്കെ തന്നെയാണ് വിചാരിച്ചത്. അദ്ദേഹത്തിന് സംശയം ഉണ്ടായിരുന്നു തുടക്കത്തിൽ, എന്നാൽ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുക. തിരഞ്ഞെടുപ്പുകൾ അത്രമാത്രമേ അയാൾ ഉദ്ദേശിച്ചിരുന്നുള്ളൂ. പക്ഷേ അയാൾ പോലും ജയിച്ചു കയറി. അതിന് കാരണം എന്താണ്? വാസ്തവത്തിൽ എന്താണ് കാരണം? ഈ അമ്പലക്കൊള്ള നടത്തിയത് ഇത് മന്ത്രിമാരതിനകത്ത് ഇൻവോൾവ് ആണോ അല്ല, ഇതൊന്നും ഞങ്ങൾക്കറിയേണ്ട ആവശ്യമില്ല. ജനങ്ങൾ അങ്ങനെയാണ് പറയുക, ഞങ്ങൾക്കതൊന്നും അറിയേണ്ട ആവശ്യമില്ല. അവരവർ വിധി പ്രസ്താവിച്ചു. ഇതേ വിധി തന്നെ പ്രതീക്ഷിക്കേണ്ടതുണ്ട് അടുത്ത മാൻഡേറ്റിനായിട്ട് BJP പുറത്തിറങ്ങുമ്പോൾ. കാരണം ജനങ്ങളുടെ ഹൃദയത്തിൽ തൊട്ടാണ് കളിച്ചത്.
കയ്യിലുമോ കാലുമോ ഒരു പരിക്ക് പറ്റിയാൽ നമുക്കത് വെച്ച് മറ്റേ തുന്നിക്കുട്ടി ശരിയാക്കാം. പക്ഷേ ഹൃദയത്തിനകത്തൊരു പരിക്ക് പറ്റിയാൽ കഴിഞ്ഞില്ലേ? ഉത്തരേന്ത്യക്കാരുടെ ഹൃദയത്തിനകത്ത് പറ്റിയ പരിക്കാണ് രാമക്ഷേത്രത്തിലെ കൊള്ള. ആ രാമക്ഷേത്രത്തിലെ കൊള്ള അതിൽ നിന്ന് ഒരു ഒട്ടുപോലും, കാരണം അതിൻ്റെ തുടക്കം മുതൽ വളരെ വർഷങ്ങൾക്ക് മുമ്പെന്ന് പറയാം, ബാബറി മസ്ജിദ് പൊളിച്ചത് മുതൽക്ക് സംഘപരിവാറിൻ്റെ, ജനസംഘത്തിൻ്റെ, സംഘപരിവാറിൻ്റെ എല്ലാവരും RSS, പ്രത്യേക RSS അവിടെ ലക്ഷ്യം അതായിരുന്നല്ലോ. അന്ന് മുതൽ ഈച്ച് ആൻഡ് എവരി കാര്യങ്ങളിൽ ഇടപെട്ടിട്ടുള്ളത് സംഘപരിവാറാണ് ഇടപെട്ടിട്ടുള്ളത്. ബി ജെ പി സംഘപരിവാറാണ് ഇടപെട്ടിട്ടുള്ളത്. ഇതിൻ്റെ കോൺസിക്രേഷൻ അതിൽ പരിപൂർണമായിട്ട് നിറഞ്ഞു നിന്നത് നരേന്ദ്രമോദിയാണ്. അവിടെ പ്രതിഷ്ഠ നടത്തുന്നത്, പൂജ നടത്തുന്നത്, വിളക്ക് തെളിയിക്കുന്നത് എല്ലാം നരേന്ദ്രമോദിയായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞ് അവിടെ നിന്ന് ഏതൊരു കിരീടം അടിച്ചു മാറ്റിപ്പോയി, അല്ലെങ്കിൽ ഒരു സ്വർണ്ണക്കട്ടി അടിച്ചു മാറ്റിപ്പോയി, അതിന് മറ്റൊരു കുറച്ച് ധനം അടിച്ചു മാറ്റിപ്പോയി. ഇതെല്ലാം കാലാകാലങ്ങളായിട്ട് അവിടെ നിന്ന് ഇങ്ങനെ, അതായത് ഇപ്പുറത്ത് ജനങ്ങൾ കൊണ്ട് ദ്വാരത്തിൽ പൈസ ഇടുന്നു, അപ്പുറത്തെ ദ്വാരം ചെന്ന് കിടക്കുന്ന ആരുടെ വീട്ടിലാണ്? 100% ഉറപ്പാണ് സംഘപരിവാറിൻ്റെ ആളുകളുടെ. അവരൊക്കെയാണല്ലോ അവിടുത്തെ ഏറ്റവും വലിയുള്ള ആളുകൾ അവരുടെ കയ്യിൽ. ഇപ്പം പറയുന്നത് എന്താണ്? അവിടെയുള്ള ചമ്പത് റായിയുടെ ഡ്രൈവറുടെ കയ്യിലാണ് അത്ര അവിടുത്തെ ചാവി. അത് ആലോചിച്ച് നോക്കുക. നുണ പറയാം. നമ്മൾ ഈ മുസ്ലിങ്ങൾ തഖിയ എന്ന് പറയും. ഗതികെടുപ്പ് ചിലപ്പോൾ നുണ പറയാം അവകാശമുണ്ട്. അത് ജീവൻ നിലനിർത്താൻ വേണ്ടി ചിലപ്പോൾ ചില നുണകളൊക്കെയും പറഞ്ഞു എന്ന് വരും. അതിന് തഖിയ എന്നാണ് പറയുക. അത് ഇവിടെയും പറയുന്നുണ്ട്. ആപത്ത് കാലത്ത് വരുന്നത് ആപത്ത് ധർമ്മം എന്ന് അതിന് പറയുക. ആപത്ത് വരുമ്പോൾ നമ്മൾ പറയുന്ന ധർമ്മം തന്നെ നമുക്ക് അത് പ്രയോഗിക്കേണ്ടി വരില്ല, ചിലപ്പോൾ നുണ പറയേണ്ടി വരും. അത് ശരിയാണത്. ഇവിടെ നിങ്ങൾ നുണ പറഞ്ഞോളൂ. ഈ സ്വർണ്ണമല്ല, അവിടുന്ന് പണം പോയതിനെ കുറിച്ച് നുണകൾ പറഞ്ഞിട്ടുണ്ടായിരിക്കുള്ളൂ. പക്ഷേ ഡ്രൈവറുടെ കയ്യിലായിരുന്നു ചാവി. കോടിക്കണക്കിന് രൂപ വെച്ചിട്ടുള്ള ഷെൽഫിൻ്റെ ചാവി ഡ്രൈവറുടെ കയ്യിലായിരുന്നു എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ കേരളീയർക്ക് കഴിയില്ല. അവർക്ക് അത്യാവശ്യം 9ാം ക്ലാസ് 10ാം ക്ലാസ് പഠിപ്പുണ്ടല്ലോ. ഉത്തരേന്ത്യക്കാർക്കും കഴിയില്ല, അവർക്കും അത് കഴിയില്ല. 100% ഉറപ്പാണ്. ഇപ്പോൾ ഇലക്ഷൻ വരാൻ പോവുകയാണ്, ഉത്തർപ്രദേശിലെ ഇലക്ഷൻ വരാൻ പോവുകയാണ്. യോഗി ആദിത്യനാഥിന് വല്ലാതെ വരളി പിടിച്ചിരിക്കുകയാണ്. കാരണം കൂട്ടത്തോടുകൂടി രാമൻ്റെ കാര്യമാണ്, കൂട്ടത്തോടുകൂടി. ഇപ്പോൾ കേരളത്തിൽ എന്താ സംഭവിച്ചത്? കേരളത്തിൽ ഇത്രമാത്രം ദൈവകാര്യങ്ങളുടെ പേരിൽ ഒരു 10 വർഷം ഭരിച്ച ഒരു സർക്കാരിനെ വലിച്ചെറിയെന്ന് പറയില്ലേ, ചവിട്ടിക്കൂട്ടി വലിച്ചെറിയെന്ന് പറയില്ലേ, അത് കേരളത്തിൽ ചെയ്തില്ലേ? അവിടുത്തെ സ്ഥിതി എന്താണ്? രാമൻ്റെ ഹൃദയത്തിലാണ് ഇവർ രാമൻ്റെ ഹൃദയത്തിലേക്കാണ് ഇവർ കയറി അസ്ത്രമേതത്, മോഷ്ടാക്കൾ. ആ രാമൻ്റെ ക്ഷേത്രത്തിൻ്റെ അന്തസ്സും മാപിയാത്യമാണ് തകർത്ത് കളഞ്ഞത്. അന്ന് ആ ക്ഷേത്രം ഉദ്ഘാടനം ചെയ്യുമ്പോൾ ഈ കൊച്ചു കേരളത്തിൽ പോലും നമ്മുടെ ഗായിക ചിത്രാമ്മ അവരടക്കമുള്ള ആൾക്കാർ പറഞ്ഞു, നമ്മളുടെ അവിടെ ഒരു ആഗ്രഹ സമ്പൂർത്തി വന്നിരിക്കുകയാണ്, സ്വപ്നങ്ങൾ പൂവണിഞ്ഞിരിക്കുകയാണ്, നമ്മുടെ രാമൻ്റെ ഭൂമി നമുക്ക് തിരിച്ചു കിട്ടി, രാമൻ്റെ ക്ഷേത്രം വന്നിരിക്കുകയാണ്, നിങ്ങൾ എല്ലാവരും ഭദ്രദീപം 5 തിരിയിട്ട ദീപം കൊളുത്തി രാമരാമ ജപിക്കണം എന്നൊക്കെ പറഞ്ഞതാണ് ഇവിടെ. അപ്പോൾ അത് വലിയ രീതിയിലുള്ള ഭാവനകളാണ് അവർ ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് കൊടുത്തത്, വലിയ സങ്കല്പങ്ങളാണ് കൊടുത്തത്. അതേ സങ്കല്പം അതിനാണ് മുറിവേറ്റിട്ടുള്ളത്. ആയതുകൊണ്ട് തന്നെ അടുത്ത ഇലക്ഷൻ വരുന്ന സമയത്ത് ഇവിടെ കുത്തുന്നത് അവിടെ കുത്തിയാൽ കഴിഞ്ഞു കേട്ടോ. അതിലെല്ലാവർക്കും പേടിയുണ്ട്. ആയതുകൊണ്ടാണ് ഇപ്പം മോഹൻ ഭാഗവതിന് അപ്പുറത്തേന്ന് പറയാൻ കഴിഞ്ഞാൽ മോഹൻ ഭാഗവത് നേരിട്ട് ഇത്തരം കാര്യങ്ങൾ അങ്ങനെ RSSൻ്റെ ആളാണ്. പക്ഷെ അദ്ദേഹം ചോദ്യം അഭിമുഖീകരിക്കേണ്ടി വന്നു. അയോധ്യയിലെ രാമക്ഷേത്രത്തെ കാണിക്കവഞ്ചിയിൽ നിന്ന് പണം മോഷ്ടിക്കപ്പെട്ടതായി അതുമായിട്ട് ബന്ധപ്പെട്ട വിവാദങ്ങൾ രാജ്യത്ത് വലിയ രൂപത്തിൽ ചർച്ച ചെയ്യാനാണ്. ഇതിൻ്റെ ഇടയിലാണ് മോഹൻ ഭാഗവത്. അങ്ങനെ ആർക്കും അടുക്കാൻ പറ്റില്ല, കാരണം അങ്ങനെ ഒരു ജനകീയനായിട്ടുള്ള ആളല്ലല്ലോ വാസ്തവത്തിൽ. അങ്ങനെ ഒരു കൂട്ടായ്മയുടെ ഒരു നേതാവെന്ന് പറയാം, നേതാവെന്നും പറയാൻ പറ്റില്ല, അതിന് വേറൊരു രീതിയാണല്ലോ RSSൻ്റെ. അപ്പോൾ അവിടെ ഞാൻ എന്തിനാണ് ഞങ്ങളോട് ചോദിക്കുന്നത് അവർക്ക് ചോദിക്കാം. ഒരു മന്ത്രിയുടെ അടുത്ത് പോയിട്ട് മറ്റെന്തായാലും പറയാം, നമ്മളുടെ പത്രക്കാർ എന്താ ഞങ്ങളുടെ അടുത്ത് വന്ന് ചോദിക്കാൻ പറ്റില്ല, അവർ ചോദിക്കില്ലേ, ഇനി ഞങ്ങളുടെ അടുത്ത് നിങ്ങൾ വരരുത് പറയില്ലേ. അപ്പോൾ മോഹൻ ഭാഗവത് അവസാനം ഇത്രയ്ക്കാണെങ്കിലും ആളുകളുടെ ചോദ്യം അവർ അഭിമുഖീകരിക്കേണ്ടി വന്നു, അതിന് ഉത്തരം കൊടുക്കേണ്ടി വന്നു എന്നർത്ഥം. ഭക്തന്മാരുടെ വിശ്വാസത്തെ തകർക്കാൻ ചിലർ ശ്രമിക്കുന്നുണ്ടോ
ഇതാണ് ഇപ്പോൾ ഉയർന്നു വരുന്ന ഇപ്പോൾ യോഗി ആദിത്യനാഥ് പറഞ്ഞതാണ്, ഭക്തന്മാരുടെ വിശ്വാസത്തെ തകർക്കാൻ ചില ഗൂഢസംഘങ്ങൾ ശ്രമിക്കുന്നു. എന്ത് ഗൂഢസംഘങ്ങൾ ശ്രമിക്കുന്നു? അവിടെയുള്ള ആൾക്കാർ, അതിനകത്തുള്ള ആൾക്കാർ കോടിക്കണക്കിന് രൂപ അടിച്ചു മാറ്റി കൊണ്ടുപോയതാ. ആരാണ്? മുഗളന്മാർ വന്നിട്ടാണ് അടിച്ചു മാറ്റി. ലോഡിയും മറ്റേ ഇയാളെന്ന് ഇബ്രാഹിം ലോഡിയും അല്ലെങ്കിൽ ഗസ്റ്റിനൊന്നും ഒന്നും അടിച്ചു മാറ്റിയതൊന്നും അല്ലല്ലോ. അതിനകത്ത് അതിൻ്റെ പേര് വിശ്വാസത്തെ തകർക്കാൻ വേണ്ടി ആരും ശ്രമിക്കേണ്ട ആവശ്യമില്ല. വിശ്വാസം തകർന്നു എന്നുള്ള സത്യമാണത്. അതിനകത്ത് കൊള്ളക്കൊടുക്കുകളായാലും നടന്നു എന്നുള്ള സത്യമാണല്ലോ. ഇവരൊന്നും പറയണ്ടല്ലോ. എന്നാലും ചോദിച്ചു, ഭക്തരുടെ എന്നാലും പറഞ്ഞു നടക്കുകയാണ് യോഗി, ഭക്തരുടെ വിശ്വാസത്തെ തകർക്കാൻ പലരും ശ്രമിക്കുന്നു എന്ന്. ഇതിൻ്റെ പേരിൽ ആരും ശ്രമിക്കേണ്ട ആവശ്യമില്ല. താല്പര്യമുള്ളവർക്ക് പോലും ശ്രമിക്കേണ്ട ആവശ്യമില്ല. അവിടെ നടന്നു കഴിഞ്ഞ കാര്യം ജനങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ട്. ഏതായാലും മാധ്യമപ്രവർത്തകർ ചോദിച്ചു, ഭക്തന്മാരുടെ വിശ്വാസത്തെ തകർക്കാൻ വേണ്ടി ഏതോ ഗൂഢശക്തികൾ ശ്രമിക്കുന്നുണ്ടോ എന്നിത്യാദി ചോദ്യങ്ങൾ. അവിടെ ലഭിച്ച കാണിക്കകളിൽ തിരിമറി നടന്നതായിട്ടുള്ള വിവാദങ്ങൾ, ശ്രീരാമനുള്ള വിശ്വാസത്തെ തകർക്കാൻ വേണ്ടിയിട്ട് ചിലർ ശ്രമിക്കുന്ന ആരോപണങ്ങൾ, എന്താണ് അങ്ങേക്ക് പറയാനുള്ളത്? അദ്ദേഹത്തിൻ്റെ വാഹനത്തിലേക്ക് നടന്നു പോകുന്ന സമയത്ത് എല്ലാവരും നോക്കി. എല്ലാവരും ആകാംക്ഷയോടുകൂടി ബൈക്കൊക്കെ അവരുടെ ചുറ്റും കൊണ്ട് തിരികെ വെച്ചു. അങ്ങനെ ഒന്ന് മാത്രമേ പറഞ്ഞുള്ളൂ, റാം റാം. വണ്ടിയിൽ കയറിപ്പോയി. എന്ത് പറയും? ആലോചിച്ച് നോക്കുക. എന്ത് പറയും? കുനിഞ്ഞു പോയി, മുഖം കുനിഞ്ഞു പോയി. ഇത്രയായിട്ട് പോലും നരേന്ദ്രമോദി ഇതിനെക്കുറിച്ച് വലുതായിട്ടുള്ള പ്രസ്താവനകളൊന്നും ഇറക്കിയിട്ടില്ല. അദ്ദേഹത്തിൻ്റെ മുഖവും കുനിഞ്ഞു പോയി. നാട്ടുകാരോട് എന്തു പറയും? എന്തായാലും ഇതിൻ്റെ പുറകിൽ ഇനി ഒന്നേ അറിയാനുള്ളൂ, ഇതിൻ്റെ പുറകിൽ സംഘപരിവാർ, BJP അനുബന്ധ സംഘടനകളിലും അവരുടെ കൈയുണ്ടോ? ഉണ്ട് എന്നുള്ള എല്ലാവർക്കും അറിയാം. പക്ഷെ അതിനുള്ള തെളിവുകളും മറ്റുള്ള കാര്യങ്ങളും അതും കൂടി കാത്തിരിക്കുകയാണ്. അത് കഴിയുമ്പോഴേക്കും മറ്റേ രാഷ്ട്രത്തിൻ്റെ മൊത്തം പാർലമെൻറ്റിലേക്കുള്ള ഇലക്ഷൻ വരും. അതിൻ്റെ ഇടയിൽ ഇതിപ്പോൾ ഇവിടെ മറ്റേ ഉത്തർപ്രദേശിൽ ഇലക്ഷൻ വരാൻ പോണു. അതെല്ലാം ഇപ്പം എല്ലാം രാജപാത ഒരുക്കി വെച്ചിരിക്കുകയാണ് യോഗി ആദിത്യനാഥ്. ജയിക്കുകയോ തോൽക്കുകയോ എന്നുള്ള ചോദ്യം അവിടെ ഉത്ഭവിക്കുന്നില്ല. എത്ര വോട്ടിന് അല്ലെങ്കിൽ എത്ര സീറ്റ് കൂടുതൽ കിട്ടും BJPക്ക്? ആ ഒരു ചോദ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ആ ചോദ്യം മാറി മറിഞ്ഞിട്ടുണ്ട്. അടുത്ത ഇലക്ഷനിൽ ഉത്തർപ്രദേശിൽ ജയിക്കുമോ തോൽക്കുമോ കണ്ടറിയണം. കാരണം ഉത്തരേന്ത്യയിലെ ആളുകൾ അതുപോലെയാണ്. ഞാൻ മുമ്പ് പറഞ്ഞ കാര്യം ഓർക്കുന്നുണ്ടല്ലോ, രാമൻ്റെ ഹൃദയത്തിലാണ് കുത്തിയത്. അവർ വിടുന്നു തോന്നുന്നില്ല. നമസ്കാരം.